ഹായ്, അസ്സലാമു അലൈക്കും. ഒരുവൻ സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രം പറയട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്ന പ്രവാചക വചനം. ഈ റമദാൻ മാസത്തിൽ നമുക്കെല്ലാവർക്കും നന്മയുള്ള വാക്കുകൾ മാത്രം സംസാരിക്കാം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? റബീഹ്. ഓക്കെ, മുഹമ്മദ് റബീഹ്. എവിടെ നിന്നാണ്? തറമൽ. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സില്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ റബീഹിന്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആകെ 3 ചോദ്യങ്ങളേ ഉള്ളൂ. 3 ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂ ഒന്നും ഉണ്ടായിരിക്കില്ല. ഈ 3ഉം കറക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഖുർആൻ പുസ്തക രൂപത്തിലാക്കുവാൻ മുൻകൈ എടുത്തത് ആദ്യ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ സഹായിച്ച ഖലീഫയുടെ പേരെന്താണ്? ചോദ്യം ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടി പറയോ? ഉറപ്പിക്കട്ടെ? ഓപ്ഷൻസ് ഒന്നും വേണ്ട. ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ആൻഡ് അലി റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മബ്രൂക്ക്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് അല്ലെങ്കിൽ അത്ഭുത സിദ്ധി എന്താണ്? ഓപ്ഷൻസ് ഇല്ല, നമുക്കിത് ക്ലൂ ആയിട്ട് പറയാം. വായിക്കപ്പെടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: ആദം നബി അലൈഹിസ്സലാമിന്റെ 2 പുത്രന്മാരുടെ പേരെന്തൊക്കെയാണ്? ഒന്നുകൂടി പറയാവോ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 3ഉം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. അപ്പോ ഒരു സമ്മാനം വൈകാതെ വീട്ടിലെത്തും. വീണ്ടും വിളിക്കാം. മാസലാമ. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫാത്തിമത്തു സുഹ്റ. ഓക്കെ, സുഹ്റയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കാണോ? പഠിക്കാണെന്ന് ഉറപ്പില്ലേ? ഓക്കെ, 6ാം ക്ലാസ്സിൽ എത്തിയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മോളടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം. 3 ചോദ്യങ്ങളേ ഉള്ളൂ. ഈ 3 ചോദ്യങ്ങൾ കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്?
ഓപ്ഷൻസ് പറയട്ടെ? സൂറത്തുൽ ബഖറ. ഓക്കെ, ഓപ്ഷൻസ് ഒന്നും വേണ്ട അല്ലേ? ഓപ്ഷൻസ് നോക്കട്ടെ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ബക്കറ എന്നല്ലേ പറഞ്ഞത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ മബ്രൂക്ക്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മിഹ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എത്തിയ സ്ഥലം ഏതാണ്? അറിയോ? മിഹ്റാജ് രാത്രിയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എത്തിയ സ്ഥലം ഏതാണ്? ഒരു പള്ളിയാണത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മസ്ജിദുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ? മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര്. ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര് എന്തൊക്കെയാണ്? പറഞ്ഞോ. സാറാ ബീവി. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മൂന്നിനും കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി സമ്മാനം കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. വൈകാതെ വീട്ടിലെത്തും. ഓക്കെ, വീണ്ടും വിളിക്കുക. മാസലാമ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഹലോ. അപ്പോ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫാത്തിമ നാജിഹ. ഫാത്തിമ നാജിഹ. ഫാത്തിമ നാജിഹ എവിടെന്നാ വിളിക്കുന്നത്? കൂട്ടുപറമ്പ്. ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ് സ്റ്റാൻഡേർഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നാജിഹാന്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ? 3 ചോദ്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കുള്ളൂ. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂവോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പ്രവാചകന്റെ കവി എന്നറിയപ്പെട്ടിരുന്ന സ്വഹാബി ആരാണ്? പ്രവാചകന്റെ കവി എന്നറിയപ്പെട്ടിരുന്ന സ്വഹാബി ആരാണ്? ക്ലൂ ഓപ്ഷൻസ് പറയട്ടെ? ഓക്കെ, ഓപ്ഷൻസ് പറയാം. അസ്സാൻ ഇബ്നു സാബിത്ത്, നജീബ് മഹ്ഫൂൽ, ഉമ്രുൽ ഖൈസ്. അസ്സാൻ ഇബ്നു സാബിത്ത്, നജീബ് മഹ്ഫൂൽ, ഉമ്രുൽ ഖൈസ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം. പ്രവാചകന്റെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? അസ്സാൻ ഇബ്നു സാബിത്ത്, നജീബ് മഹ്ഫൂൽ, ഉമ്രുൽ ഖൈസ്. ഉറപ്പിക്കാൻ പറ്റുമോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആവൂലേ? ആരടുത്തെങ്കിലും ചോദിക്കണോ? ഒരു മിനിറ്റ്, പെട്ടെന്ന് പറയണം. അസ്സാൻ ഇബ്നു സാബിത്ത്, നജീബ് മഹ്ഫൂൽ, ഉമ്രുൽ ഖൈസ്. ആൻസർ ഓപ്ഷൻ എ ആണോ? ഉറപ്പിക്കട്ടെ?
അസ്സാൻ ഇബ്നു സാബിത്ത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, ലോകത്തെ വിശിഷ്ടമായ മൂന്നാമത്തെ പള്ളിയായ ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ച പ്രവാചകൻ ആരാണ്? കേട്ടോ? സുലൈമാൻ നബി. ഒന്നുകൂടി പറയാവോ? സുലൈമാൻ നബി. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ക്ലൂവിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഓക്കെ, കൺഗ്രാറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ലാസ്റ്റത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, പിതാവില്ലാതെ ജനിച്ച 2 പ്രവാചകന്മാർ. പിതാവില്ലാതെ ജനിച്ച 2 പ്രവാചകന്മാർ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആരാ പറഞ്ഞെന്ന്? സ്വന്തമായിട്ട് പറഞ്ഞാണോ? ഓക്കെ, എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു അടിപൊളി സമ്മാനം കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, മാസലാമ. വീണ്ടും വിളിക്കാം. ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ആരാണ് സംസാരിക്കുന്നത്? നയന. ഓക്കെ, ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. നയന എന്നല്ലേ പറഞ്ഞത് പേര്? ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഞാന്, ഹസ്ബൻഡ്, 2 മക്കള്. ഓക്കെ, എങ്ങനെയാണ്, എവിടെയാണ് വീട്? ഇവിടെ തിരൂര് പെരുവയമ്പലം. തിരൂര് പെരുവയ്യമ്പലം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ ഒരു ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ക്ലൂ ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദിച്ചോട്ടെ? ചോദിക്കോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, സൗദി അറേബ്യയുടെ ആദ്യത്തെ പേര്? അയ്യോ, ഓപ്ഷൻ യസ്രിബ്, ഹിജാസ്, മദീന. മദീന. ഉറപ്പിക്കട്ടെ? തെറ്റായിട്ടുള്ള ആൻസർ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഹിജാസ് ആണ്. ഓക്കെ, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമുക്ക് അടുത്ത കോളർ ആരാണ് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഇസ്ലാമിക് ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹംന ഷെറിൻ. ആമിന ഷെയ്ദ. ഓക്കെ, അപ്പൊ ഞാൻ ആമിന എന്ന് വിളിച്ചോട്ടെ? ഓക്കെ, ആമിനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, എന്താ ചെയ്യുന്നത്? പഠിക്കുകയല്ലേ? ഓക്കെ, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. ഓക്കെ, +2ലാണ് പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആമിൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ആകെ 3 ചോദ്യങ്ങളേ ഉള്ളൂ. 3 ചോദ്യങ്ങൾക്ക് അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ ക്ലൂ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല. ഈ 3ഉം കറക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. നൈൽ നദി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? നൈൽ നദി സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ഓപ്ഷൻസ് പറയട്ടെ? ഈജിപ്ത്,
ഇറാഖ്, യമൻ. ആൻസർ പറയട്ടെ. ആ പറഞ്ഞോളൂ. ഓപ്ഷൻ എ ഈജിപ്ത്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഓക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി ആരാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി എത്തിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ, വഹി എന്ന് പറഞ്ഞാൽ അറിയാലോ, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം, ഒരു രഹസ്യബോധനാണ്. ഓക്കെ, അതിലെ വഹി എഴുത്തുകാരിൽ പ്രധാനി ആരാണ്? ക്ലൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ കവി എന്ന് അറിയപ്പെടുന്ന അസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ പേരുമായിട്ടൊരു ചെറിയ സാമ്യമുണ്ട്. പ്രവാചകന്റെ കവി എന്നറിയപ്പെടുന്ന അസ്സാൻ ഇബ്നു സാബിത്ത് ഉണ്ട്. അസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഓക്കെ, അവരുടെ പേരുമായിട്ടൊരു ചെറിയ സാമ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. അറിയോ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹയാണ്. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. ഓക്കെ, മാസലാമ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.